യൂത്ത് കോൺഗ്രസുകാരോടും കേക്കച്ചനോടും ഒരു കോൺഗ്രസ് പ്രവർത്തകന് പറയുവാനുള്ളത്, കേക്കച്ചന്റെ അളിഞ്ഞ നിലപാടും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ നിഷ്ക്രിയത്വവും കണ്ട് സഹികെട്ട ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ വാക്കുകളാണ് ഇനി പ്രേക്ഷകർ കേൾക്കുവാൻ പോകുന്നത്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് മിഷൻ 60യുടെ 36ാം ദിനത്തിൽ ജോളി ചമ്പക്കുളത്തിന്റെ പ്രതികരണം കേൾക്കുക. ഞാൻ ജോളി ചമ്പക്കുളം. നമ്മുടെ യൂത്ത് കോൺഗ്രസുകാരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. അവർ വാർദ്ധക്യ കോൺഗ്രസുകാരെ പോലെ പെരുമാറുന്നത്. യുവത്വത്തിന് ഏറ്റ അടിയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് താൽക്കാലികമായിട്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അത് താൽക്കാലികമാക്കുന്ന എന്തിനാ? അല്ല, ബാക്കിയുള്ളവർ പിന്നീട് കടന്നു വന്നോട്ടെ, എല്ലാവർക്കും അവസരം കൊടുക്കണമല്ലോ. അത് രാഹുൽ മാങ്കൂട്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുക. അല്ല, അങ്ങേര് ചിരകാല ജീവിയായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരാളുമല്ല. പുള്ളിയും താഴെയുള്ളവരെ വളർത്തിക്കൊണ്ടുവരണം. അതുകൊണ്ട് ഇവർക്ക് കൊടുക്കാവുന്ന ഒരു അടി, അതായത് ഒരു സെക്സ് ബോംബിട്ട് ഒരു ചെറുപ്പക്കാരനെ നശിപ്പിക്കാൻ ശ്രമിച്ച VD സതീശന്റെ ആ ഉദ്യമത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി, അതിന് യൂത്ത് കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. രാഹുൽ മാങ്കൂട്ടമല്ലാതെ തൽക്കാലം ഇവിടെ ഒരു യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് വേണ്ട എന്നൊരു തീരുമാനത്തിലെത്താൻ അവർക്ക് കഴിഞ്ഞാൽ അവർ വിജയിച്ചു. 99-92 കാലഘട്ടത്തിലെ രമേശ് ചെന്നിത്തലയുടെ കൂടെ ഞങ്ങളെ നെടുമുടിയിൽ നിന്ന് ശംഖുമുഖത്തെ ഒരു കേരള മാർച്ച് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് പോയി. അന്ന് ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യമുണ്ട്: കേരള നാടിൻ മാനം കാക്കാൻ, അവകാശങ്ങൾ സംരക്ഷിക്കാൻ, നമ്മുടെ നാട്ടിൽ കായൽക്കരയിൽ പിറന്നു വീണൊരു പ്രസ്ഥാനം, അജയ്യമായൊരു പ്രസ്ഥാനം, യൂത്ത് കോൺഗ്രസ് മൂവർണ്ണ കൊടി വാനിൽ ഉയർന്നു പറക്കട്ടെ. ആ കൊടി കൊണ്ടുവന്ന് സതീശന്റെ കാലിനിടെ വെക്കാനുള്ളതല്ല. സതീശന്റെയോ രമേശന്റെയോ പിന്നെ വേണുഗോപാലിന്റെയോ വഴിവിട്ട രാഷ്ട്രീയ ജീവിതത്തിന്റെ കാൽക്കൽ കൊണ്ട് വെക്കാനുള്ളതല്ല. യൂത്ത് കോൺഗ്രസുകാർക്ക് അതിനുള്ള തന്റെ ഇടം ഉണ്ടാകണം. നിങ്ങളിൽ ഈ നാടിന് പ്രതീക്ഷയുണ്ട്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുള്ളവരാണ് കോൺഗ്രസുകാർ, യൂത്ത് കോൺഗ്രസുകാർ. അവർ മാന്യമായ നിലയിൽ ആ ചെറുപ്പക്കാരനെ സ്വീകരിച്ച് ആ സ്ഥാനം തിരിച്ചു കൊടുത്താൽ നിങ്ങളായിരിക്കും യുവത്വത്തിന്റെ വക്താക്കളെ, ഈ നാടിന്റെ വക്താക്കളെ. ഈ നാടിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുക. യഥാർത്ഥത്തില് ഈ കേക്കച്ചനും സംഘങ്ങൾക്കും അറിയാം, ഇപ്പോൾ ഇപ്രകാരം ഒരു നിലപാടെടുത്താൽ ഈ പ്രസ്ഥാനത്തിന്റെ അടിവേരിറക്കും, ഇത് ജനവികാരം എതിരാകുമെന്ന് മനസ്സിലാക്കിയിട്ടും ഇയാൾ ഈ പണി തുടരുന്നതിന്റെ അർത്ഥം നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇയാൾ പിണറായി വിജയന് 3ാം ഭരണം ഒരുക്കുവാൻ ഉള്ള പണി തന്നെയല്ലേ ഇത് കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിലാക്കുന്നില്ലേ? ഇത് കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിലാക്കാതെയല്ല. ഇതിപ്പോ സാറിന്റെ ചാനലിലൂടെ ഇത്രയും ആളുകൾ പ്രതികരിക്കുന്നില്ല. അവർക്ക് ഇതിനുള്ള പ്ലാറ്റ്ഫോം ഇല്ല, അല്ലെ അവരതിനോട് താല്പര്യമില്ല, മാറിയിരിക്കുന്നുള്ളൂ. എല്ലാവരുടെ മനസ്സിലും ഈ സംഭവമുണ്ട്. ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാരെ എങ്ങനെയും ഉരുട്ടി മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ, ഇവരെ നിഷ്കാസനം ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിന്റെ അഡ്രസ്സ് പോകും. ഒന്നാമത് തന്നെ ജയിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ കാലാവസ്ഥയും ഇണങ്ങി നിന്ന ഈ ഒരു പരിതസ്ഥിതിയിൽ ഇവർ വർക്ക് പോലും ചെയ്യണ്ടായിരുന്നു. ഇവരൊരു ഇലക്ഷൻ ക്യാമ്പയിൻ പോലും ചെയ്യാതെ കേരളത്തിൽ കോൺഗ്രസിന്റെ അധികാരത്തിൽ നല്ല കാലാവസ്ഥയാണ് പിണറായി വിജയന്റെ ദുർഭരണം മൂലം ഉണ്ടായത്. അതിനെപ്പോലും അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ഇവർ മാറുക എന്ന് പറഞ്ഞാൽ ഇവർ കോൺഗ്രസ്സുകാരാണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതിന് ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു വാർഡ് പ്രസിഡന്റിന്റെ പക്വതയുണ്ടോ ഈ മനുഷ്യന്? ഈ സമയത്ത് അനുചിതമായ ഒരു തീരുമാനമെടുത്ത് ഈ വിഷയം ഈ അന്തരീക്ഷത്തിലിട്ട് കലക്കി 40-45 ദിവസമായിട്ട് ഒരു ചെറുക്കന്റെ പെടലിക്ക് പിടിച്ച് തള്ളിക്കൊണ്ടിരിക്കും. ഈ ഒരു വിഷയം ഉണ്ടായതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നാട്ടിലുണ്ടായി, ഏതെല്ലാം തരത്തിലുള്ള സെക്സ് ബോംബ് ഇറങ്ങിക്കൊണ്ട്. ഇതൊക്കെയാണോ നാട്ടുകാർ കേൾക്കേണ്ടത്? എത്ര ഗുണപരമായ കാര്യങ്ങൾ, ഇവർക്കെതിരെ ജനദ്രോഹപരമായ നടപടികൾക്കെതിരെ പ്രതികരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയല്ലേ. സ്ഥാനത്തിരിക്കുന്നവന് എന്തെങ്കിലും ഉത്തരവാദിത്വ ബോധം ഉണ്ടെങ്കിൽ ഈ ഒരു തീരുമാനമെടുത്തി ചെറുക്കനെ അപ്പൊ ഇവനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തോ? ജനം ഏറ്റെടുത്തു. നിന്നെ അതിന് അനുവദിക്കത്തില്ല. ജനം അത് ഏറ്റെടുത്തിരിക്കുക, യാതൊരു തർക്കവും ഇല്ല. അത് മറുപക്ഷത്തുള്ള രാഷ്ട്രീയക്കാർ പോലും ഇവനെതിരായി മാറിയിരിക്കുക. കാരണം പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അത്ര നല്ല അംഗീകാരമാണ് എതിർ ചേരി നിൽക്കുന്ന ആളുകളുടെ മനസ്സിൽ പോലും ഉള്ളത്. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തമാശതല്ല, ഇവൻ നിലപാടെന്ന് പറഞ്ഞ് രാഹുലിന്റെ കാര്യത്തിൽ നിലപാടും പിടിച്ച അവസാനം നാറി. ഇപ്പോൾ ഈ NSSുമായിട്ടുള്ള വിഷയത്തിലും നിലപാടി മാറ്റമില്ല എന്ന് പറയുന്നു. ഒരു സൈഡിൽ കൂടി ഉമ്മന്റെ മറ്റു നേതാക്കന്മാർ പോയി കാല് പിടിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ ഇതുപോലൊരു ഒരു കഴിവുകെട്ട പ്രതിപക്ഷ നേതാവിനെ ജനങ്ങൾ കണ്ടിട്ടുണ്ടോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇവൻ പെരുമ്പാമ്പ്, അവന് നാണോ ഇല്ല, മാനോ ഇല്ല. അവന്റെ മതിലിന് ഗർഭം ഉണ്ടായെന്ന് പറഞ്ഞാൽ രാഹുലിനെ പിടിച്ചിരിക്കുന്നത്. അവന്റെ മതിൽ പറവൂരെ അവന്റെ വീട്ടിലെ മതിലിന് രാഹുലിന് ഗർഭം ഉണ്ടാക്കി. ഒരു തരത്തിലും നിലനിൽക്കാത്ത വാദം കൊണ്ടുവന്നിട്ട് ഒരു ചെറുപ്പക്കാരനെ ഇത്ര നശിപ്പിക്കാവോ? ഇത്രയും സുധീരമായിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച
ഈ രാഹുലിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായി തെണ്ടി കൊടുത്തു. അവനൊരു ദുഷ്പേരുണ്ടാക്കി കൊടുത്തു. ഇനി അവന്റെ ജീവിതകാലത്ത് അത് അവന്റെ പോകുമോ? മനുഷ്യർക്കറിയാം അത് ശരിയല്ലെന്ന്. എന്നിരുന്നാൽ പോലും പ്രതിയോഗികൾക്ക് അവനെ കുട്ടി പൂച്ചയെ കാളയെന്ന് വിളിക്കാനുള്ള അവസരം, അതാണോ അവന്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിന് കൊടുക്കാവുന്ന പ്രതിഫലം? അത്രയും ഒരു നല്ല ഉപകാരം ചെയ്ത തന്തയാ അവൻ, രാഷ്ട്രീയ തന്ത. അവനെ ഒറ്റപ്പെടുത്തണം. പക്ഷേ ഈ രാഹുലിനുണ്ടായ ഈ പ്രശ്നങ്ങൾ ഇതിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി, ഇതിന്റെ പിന്നിൽ ആരാന്നും ഇതിന്റെ ലക്ഷ്യമെല്ലാം മനസ്സിലായി. പക്ഷേ ഈ കേക്കച്ചൻ ഇതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഡാമേജ് ഈ കേക്കച്ചനല്ല. ഇവന്റെ ഒന്ന് ഈ പേര്, രണ്ട് ഇവൻ ഇനി മണ്ഡലത്തിൽ നിന്ന്, പറവൂർ മണ്ഡലത്തിൽ നിന്ന് ഇവൻ ഇനി ജയിക്കുവോ? സാറേ, അക്ഷരാർത്ഥത്തിൽ അവന്റെ ഗ്രാഫ് പോയി. അവനൊരു വാർഡ് പ്രസിഡന്റിന്റെ വില പോലും ഇല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രാഥമിക അംഗത്വം രാജിവെച്ച് വീട്ടിൽ പോയിരിക്കണം. ഇവൻ ജയിക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരല്ല ഇതെല്ലാം അണ്ടർസ്റ്റാൻഡിങ്ങാ. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10,000 വോട്ട് ജയിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഇണക്കി വിട്ടാൽ ചെയ്യുക അഹങ്കാരം കാണിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? ഇവനൊരു ഒട്ടകപ്പക്ഷിയാ. ഇവന്റെ മനുഷ്യനെ കാണുമ്പോൾ തല കൊണ്ട് മണ്ണിനടി വെക്കുന്ന, അങ്ങനെ വെക്കേണ്ടി വരുമോ? ഇവൻ എന്ത് വിലയിരിക്കുന്നു ഇവന്? ഇവരിൽ നിന്നൊക്കെ ജനം പ്രതീക്ഷിച്ചത് ഇതാണോ? ഈ കൊള്ളരുകാരിയാണോ പ്രതീക്ഷിച്ചത്? ഒരു നാടിനെ മുന്നോട്ട് നയിക്കുന്ന നായകന്മാർ, ജനനായകന്മാർ, നല്ലൊരു പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ, അതിന്റെ മൂല്യങ്ങൾ പോലും തച്ചുടയ്ക്കുന്ന രീതിയിൽ ഇവിടുത്തെ ജനങ്ങളുടെ പ്രതീക്ഷകളെ പിച്ചു ചീന്തുകല്ലേ? മര്യാദയ്ക്ക് പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് നടക്കുന്ന പിള്ളേരെയൊക്കെ പോയി കുരുക്കുക, അവർക്ക് അപമാനം ഉണ്ടാക്കി വെക്കുക, അവർക്ക് ജീവിതത്തിൽ പൊങ്ങാത്ത തരത്തിലുള്ള അപവാദം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഇവന്റെയൊക്കെ പണി. ഇനി NSSന്റെ കാര്യം പറഞ്ഞു. ഈ NSSന്റെ ഒന്നും പുറകെ ആരും പോകട്ടെ, യാതൊരു കാര്യമില്ല. എന്റെ അഭിപ്രായത്തിൽ ആരും പോകേണ്ട കാര്യം, ഒരു മതത്തിന്റെയും പുറകെ ആരും പോകേണ്ട കാര്യമില്ല. അന്തസ്സുണ്ടെങ്കിൽ പോകരുത്. കാരണം അവിടെ ഇരുന്നുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞാൽ അവരാരും, ഈ പറയുന്ന ആൾക്കാരും ഇവൻ പറയുന്നൊന്നും കേൾക്കത്തില്ല. അതൊക്കെ വെറുതെ ഉള്ള ബോംബാ. മര്യാദയ്ക്ക് നായന്മാർ കോൺഗ്രസിന് വോട്ട് ചെയ്യും. അതല്ലെന്നുണ്ടെങ്കിൽ BJP കേരളത്തിൽ അധികാരത്തിൽ വരട്ടെ. നമ്മളൊന്ന് ആലോചിച്ച് 3-2 ഭാഗം ഹിന്ദുക്കളായി ഇന്ത്യയിൽ കിടക്കുന്നത്. അവരൊന്നിച്ച് നിന്ന ഏതെങ്കിലും പാർട്ടിക്ക് രക്ഷയുണ്ടോ? അവരെന്താ നിൽക്കാത്തത്? അവർക്ക് ഈ നാടിന്റെ മൂല്യങ്ങൾ അവരുടെ രക്തത്തിലുണ്ട്. മതപരമായിട്ടല്ല നാടിനെ കാണേണ്ടത് എന്ന യാഥാർത്ഥ്യ ബോധമുള്ള നല്ല മനുഷ്യരാ ഹിന്ദുക്കളെ. അവരെ ചുമ്മാ ചൊറിഞ്ഞ് ഹിന്ദുക്കാരെ ഇളക്കുക എന്നത് കുമാരന്മാർ പുള്ളിയുടെ അഭിപ്രായം. അയത്ത് അങ്ങനെ ഏത് നിലപാട് വേണം തീരുമാനിച്ചോട്ടെ, നമുക്കെന്നെ ചെയ്തു. അത് അവർ തീരുമാനിച്ചോളും. നായർ സൊസൈറ്റി ഉണ്ട്, അവരെ തീരുമാനം എടുത്തോളൂ. അല്ല, ഒരു രാഷ്ട്രീയക്കാർ ഇവരുടെ ആളുടെ പുറകെ പോകുന്നത് തെറ്റാ. പോകരുതെന്ന് അഭിപ്രായക്കാരനെ. അതുപോലെ കെ സുധാകരൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഇപ്രകാരം ഒരു അവസ്ഥ ഇന്ന് കോൺഗ്രസിനുണ്ടാകുമായിരുന്നു. എന്ത് തോന്നുന്നു? KS തിരികെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? എന്റെ സാറേ, ഒരു കാലത്ത് ഇന്ത്യയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞതുപോലെ കെ സുധാകരനെ വിളിക്കൂ, കേരളത്തെ രക്ഷിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് അഭിമുഖം തന്നതാ, ഞാൻ തന്നതാ. ആ ഒരു സംഭവം എന്റെ മനസ്സിൽ വന്നതാ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ ഏത് രംഗത്തും കോൺഗ്രസിന് വേണ്ടി ഇറക്കി നിർത്താവുന്ന ഒരു വ്യക്തി, ഇത്ര ദീർഘവീക്ഷണമുള്ളവനും, അത് പുള്ളി ഉറങ്ങി എഴുതേക്കുന്നതും കോൺഗ്രസിന് കെട്ടിപ്പിടിച്ചോണ്ട ആൾക്കാരെ ചേർത്ത് നിർത്തുന്നവൻ. എന്തിനാ സുധാകരനെ മാറ്റിയത്? അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുധാകരൻ ആ സ്ഥാനത്തിരുന്നാൽ അന്തസ്സായിട്ട് കോൺഗ്രസ് മുൻപോട്ട് പോകും. കോൺഗ്രസിനൊരു വിലയും നിലയും ഉണ്ടാകും. അതും പോരാഞ്ഞിട്ട് പിണറായി വിജയന്റെ പ്രതിയോഗിയായിട്ട് അയാൾ സത്യമാ വിളിച്ച് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനെ ബാലപാഠം പഠിപ്പിക്കുക കമ്മ്യൂണിസത്തിന്റെ. എടാ, നിന്റെയൊക്കെ ചോര വിറ്റല്ലേ ഇവൻ ജീവിക്കുന്നത്, തിരിച്ചറിയേ. ചെത്തുതൊഴിലാളി യൂണിയന്റെ ക്ഷേമനിധി അടിച്ച് പുട്ടടിച്ചവനല്ലേ ഇവൻ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹൃദയത്തിലേക്ക് കയറും. അയാൾ കമ്മ്യൂണിസ്റ്റ് വിരോധിയൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റുകാരെ പോലും കമ്മ്യൂണിസം എന്താണെന്ന് പഠിപ്പിച്ച നേതാവാ. മനസ്സിലായോ? അങ്ങനെ എന്തിനു മാറ്റി എന്ന് പറഞ്ഞാൽ യുവമാർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പുള്ളിയെ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ ഒരു 90% വരെ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇങ്ങോട്ട് വന്നു. ഒരു പേരെടുത്ത് ഏതാ നമ്മുടെ ഈയിടെ PV അൻവറിനെ എടുത്തില്ല. നല്ല നിലപാട്. കള്ളക്കാരനും കൊള്ളക്കാരനും ഒന്നും നമ്മുടെ കൂടെ വേണ്ട, അത് കോൺഗ്രസിന്റെ അന്തസ്സിൽ ചേർന്നതല്ല, മാറി നിൽക്കട്ടെ, അത് നല്ലൊരു സ്റ്റെപ്പ്. അപ്പോൾ ഇയാൾ കുറച്ചുകൂടെ അങ്ങ് വളർന്നു. എന്റെ നിലപാട് അതിന്റെ അഹങ്കാരത്തിലാണ് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ പിള്ളേരുടെ കഴുത്തിന് പിടിക്കുക. അത് പിടിച്ച സ്ഥലം മാറിപ്പോയി അവന്. മനസ്സിലായില്ലേ? ഈ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ കൊച്ചനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അത് കാര്യമുണ്ടെങ്കിലും ഒക്കെ അവൻ ചിട്ടിക്കപ്പെടട്ടെ. ഒരു കാര്യമില്ലാതെ അവരെയൊക്കെ കയറി തൊട്ട് കഴിഞ്ഞാൽ അത് അവസാനത്തെ തൊടിയില്ല. ഇനി ഇവൻ ആരെയും തൊടാൻ പറ്റില്ല. ഇനി ഇവൻ ഒരു മനുഷ്യനെ കൈവെക്കാൻ പറ്റില്ല. പോയില്ലേ, മൂലയ്ക്ക് പോയിരിക്കല്ലേ. ഇപ്പോഴത്തെ ശശി തരൂർ വരുമെന്ന് പറയുന്നു. ശശി തരൂർ വരട്ടെ, ഈ നാടിന് തന്നെ നല്ലതാ. അത് അങ്ങേർക്ക് തലമണ്ടയുള്ള മനുഷ്യനാ. ഈ നാടിനെയും യുവാക്കളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങേരുടെ ഉള്ളിൽ അതിനുള്ള പദ്ധതികളൊക്കെ ഉള്ള മനുഷ്യനാ. അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ കതറിലെ അഴുക്ക് പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നാടിന് നല്ലതാ, ഈ ജനങ്ങൾക്ക് നല്ലതാ, കേരളത്തിന് നല്ലതാ. അവരെയൊക്കെ യൂത്ത് കോൺഗ്രസ് സ്വാഗതം ചെയ്യുക ചെയ്യേണ്ടത്, അല്ലാതെ യുവന്മാരുടെ കൂടെ കൂട്ടുകൂടി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. യൂത്ത് കോൺഗ്രസ്സുകാർ ഒന്നിച്ചു നിൽക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെ ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് ഇവനിട്ടൊക്കെ പണി കൊടുക്കണം. ഇത്തരം തെമ്മാടിത്തരം കാണിക്കുന്ന യുവന്മാരെ വക വെക്കരുത്.
നീ നിന്റെ പോക്കിന് പോകാൻ അതായത് ഈ ഫെബ്രുവരി മാസം, കഴിഞ്ഞ ഫെബ്രുവരിയോടുകൂടി കൃത്യമായിട്ടും രാഹുൽ ഗാന്ധി ഇവന് കൃത്യമായിട്ടും സന്ദേശം നൽകി, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പിടിക്കരുത്, അടിയുണ്ടാക്കരുത്, ഇത്തവണ നിനക്കില്ല എന്ന സന്ദേശം കിട്ടിയതോടുകൂടിയല്ലേ ഇവൻ ഇത്രയും ഭ്രാന്തമായിട്ട് ഇതിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സകല പണികളും ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ഇത് ഇടതുപക്ഷത്തിന് അനുകൂലമാകുന്ന തരത്തിൽ ഇവൻ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെ ഏക റീസൺ എന്ന് പറഞ്ഞാൽ എനിക്കോ പോയി എന്നാൽ ഈ പണ്ടാരത്തെ മുടിപ്പിച്ച് ഈ പറഞ്ഞ പോലെ ഒരു ഡീൽ ഉണ്ടാക്കി അവൻ പോവുകയാണെന്ന് എന്തുകൊണ്ട് ഈ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകുന്നില്ല? കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകാത്ത എന്നാന്ന് വെച്ചാൽ ഇതേ താല്പര്യത്തിൽ നിൽക്കുന്ന പലരും ഉണ്ട് ഇതിനകത്ത്. ഇതേ ഉടുപ്പ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന പലരും ഉണ്ട്. ആരെ വിമാനത്തെ ഉടുപ്പ് ഊരി കളയണം. ആ തീരുമാനം എടുത്ത രാഹുൽ ഗാന്ധിക്ക് വേറൊരു തീരുമാനം ചെയ്യാമല്ലോ. ഇവനെ ഈ സ്ഥാനത്ത് നിങ്ങൾ മാറ്റി, നിന്നെ പോലുള്ളവരൊന്നും ഇവിടെ വേണ്ട. ഇവർ 3 പേര് പോയി ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. രമേശ് പോയാലും KC പോയാലും ഈ PD സതീശൻ പോയാലും ഈ കോൺഗ്രസ് നന്നാകത്തേ ഉള്ളൂ. ഇവരെയൊക്കെ അപ്പോഴേ ഇവരെന്തിനാ ഭയപ്പെടുന്നത്? പ്രസ്ഥാനത്തിന് കൊള്ളാത്തവൻ, അതിനെ നാശം വിധിക്കുന്നവന്മാരെ എന്തിനു ഇവർ വെച്ചുകൊണ്ടിരിക്കുന്നു? എടുത്ത് തൂക്കി ദൂരെ എറിയണം. അതോടെ അവന് തീരുമല്ലോ. ഇവൻ എവിടെങ്കിലും പോട്ടെ, BJP പോവേ നമ്മുടെ കൂടെ പോട്ടെ. ഇവൻ എന്നാ കാണിക്കുന്ന പറയുന്നത്? ഒരു ചലനം ഉണ്ടാകാൻ പോകുന്നില്ല ഇവനൊക്കെ പോയി കഴിഞ്ഞിരുന്നാൽ. ഒരു പണവട കോൺഗ്രസിന്റെ രോമത്വത്തോടത്തിൽ ഇവനൊക്കെ മാറിയിരുന്നാൽ. നേരെ കെ സുധാകരൻ ഇറങ്ങട്ടെ ഇങ്ങോട്ടെ. ഒരു കയ്യിലും കൊണ്ട് എടുത്തുകൊണ്ട് പിന്നെ തിരുവനന്തപുരത്ത് പോയി നിന്നാൽ 10,000 അദ്ദേഹത്തിന്റെ കൂടെ വരും. ഇത്ര മർമ്മ പറഞ്ഞൊരു നേതാവ് കോൺഗ്രസിന് ചാലക ശക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നുണ്ടല്ലോ ജനങ്ങൾ ഇളകും. അതായത് ഇപ്പം നമ്മുടെ ഈ അരമന കിങ്ങിണിയും ഈ കേക്കച്ചനൂടെ മുന്നിൽ നിന്ന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ യുവമാർ അഭിമുഖീകരിച്ചാൽ എന്താവും ഇതിന്റെ അവസ്ഥ? അവസ്ഥ ഒന്നുമില്ല, പഴയതിന്റെ അപ്പുറമാവും. വേറെ കാര്യമൊന്നുമില്ല. വീണ്ടും പ്രതിപക്ഷത്തിരിക്കാൻ ഘടകകക്ഷികൾക്ക് ഉരുട്ടി താഴെയിടാം. ഇത് ഘടകകക്ഷികളുടെ കൈകൊണ്ട് ഇവന്മാർ ചാവും. ഞാൻ ഉറപ്പ് തരുന്നു, ഘടകകക്ഷികളുടെ കൈകൊണ്ട് ഇവന്മാർ ചാകും. അതിനുള്ള ആദ്യത്തെ സ്ട്രാറ്റജിയാ ഇപ്പൊ ശശി തരൂർ വന്നിരിക്കുന്നത്. അത് മുസ്ലിം ലീഗ് അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. നല്ല കാര്യമാണ്. മുസ്ലിം ലീഗിന് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ കേരളത്തിന് ബൃഹത്തായ സംഭാവനകൾ നൽകിയതാണ് മുസ്ലിം ലീഗിന്റെ ചരിത്രം. അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു കാര്യം അവരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോണ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് അവർ നേരെ വന്ന് ഈ 3 എണ്ണത്തിനും തട്ടാനായിട്ട് മുന്നോട്ട് വരണം. ഇല്ല ഞങ്ങളില്ല എന്നൊരു തീരുമാനമെടുത്താൽ കേരളത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരമായിരിക്കും. അത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തപ്പെടും. അതിനവസരം ഉണ്ടാവും. മുസ്ലിം ലീഗിന്റെ കൈകൊണ്ട് ഇവന്മാർ ചാവുമല്ലേ കണ്ടു. അതിനവർ ഒരുങ്ങിയിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ കൈകൊണ്ട് ഇവന്മാർ തകർന്ന് തരിപ്പണമാകും. ഇവരെ തകർക്കണം. ഇത് കൊള്ളുകേലാത്തവന്മാരെ വെച്ചോണ്ടിരിക്കരുത്. തകർത്തെറിയണം ഇവന്മാർ. ഇവരെന്നെ വേണേ കാണിക്കട്ടെ. ഈ നാട്ടിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ള, യൂത്ത് കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവന്മാർക്കെതിരെ പോരാടണം. പോരാടി രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് ആ മനുഷ്യൻ അനുഭവിച്ച വേദനയ്ക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാം. അതാണ് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഉത്തരവാദിത്വം. അല്ലാതെ KC വേണുഗോപാലിനെ മറ്റവന്റെ പുറകെ പോകുന്നതല്ല. നിങ്ങളുടെ യുവത്വവും നിങ്ങളുടെ സംഘടനാ മൂല്യങ്ങളും ഒരവന്റെയും കാൽക്കൽ കൊണ്ട് അടിയറ വെക്കാനുള്ളതാണ്. ഈ നാടിന് നന്മയ്ക്ക് വേണ്ടി ഉപകരിക്കാനുള്ളതാണ്. ആ ബോധ്യത്തോടു കൂടി യൂത്ത് കോൺഗ്രസ്സുകാർ നീങ്ങിയാൽ നിങ്ങളുടെ കൂടെ ജനങ്ങളുണ്ടാവും. യാതൊരു തർക്കവുമില്ല. ആ യൂത്ത് കോൺഗ്രസിന്റെ കൊടി വാനിൽ ഉയർന്നു തന്നെ പറക്കണം. അത് ശശിചന്ദ്ര പിന്നെ PD സതീശന്റെ പോക്കറ്റിലോ KC ഗോപാലിന്റെ അണ്ടറിനകത്ത് വെക്കാനുള്ളതല്ല. നിങ്ങൾ അത്തരത്തിൽ പോകരുതേ എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.